ഹായ്, എൻ്റെ പേര് റോസിന. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെറിയ ചെറിയ ഷോർട്സിലൂടെ കുറച്ച് പേരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. പൂനെയിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. നാട് കോഴിക്കോടാണ്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു 5 കാര്യങ്ങൾ, അതായത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5 കാര്യങ്ങളെ പറ്റിയാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. സ്റ്റിൽ എനിക്ക് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ എനിക്ക് തോന്നിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കീപ്പ് യുവർ സ്പേസ് ക്ലീൻ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ചെറിയൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഒരു പോസിറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ്. നമ്മുടെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ഒരു നീറ്റ് അല്ലാത്തൊരു സ്പേസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ഒരു നെഗറ്റീവ് വൈബ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു IT സെക്ടറിലാണ്, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ വർക്ക് സ്പേസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതെൻ്റെ എൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ട്. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഒരു വർക്ക് സ്പേസ് ഓർഗനൈസ്ഡ് ആയിട്ട് നീറ്റായിട്ട് കൊണ്ട് നടക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ആ ഒരു ഡേ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ മടിപിടിച്ചിരിക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. എണീറ്റ് പോകുമ്പോൾ ബെഡ് അങ്ങനെ തന്നെ ഇടാതെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ്സും ഒക്കെ നല്ല രീതിയിൽ മടക്കി വെക്കുക. ഈ ബെഡ്ഷീറ്റൊക്കെ ഒരു വിത്തിൻ 1 വീക്ക് ഓർ 2 വീക്സ് മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ ഡ്രസ്സുകൾ വലിച്ചു വാരിയിടാതെ മടക്കി വെക്കാൻ ശീലിക്കുക. അപ്പോൾ തന്നെ മടക്കി വെച്ചാൽ അതൊന്നും വലിയ ടാസ്ക് ആയിട്ട് പിന്നെ തോന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കുറേ സാധനങ്ങൾക്ക് സ്പേസ് ഉണ്ടാവില്ല വീട്ടിൽ. അപ്പോൾ ഓരോ സാധനത്തിനും ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനും ഒരു കീ ആണെങ്കിൽ അതിനൊരു കീ ഹോൾഡർ, പെന്നിന് പെൻ ഹോൾഡർ, അങ്ങനെ കുറച്ച് ഒരു ഒബ്ജക്റ്റിന് ഇന്നൊരു സ്പേസ് തന്നെ കൊടുക്കുക. അത് അവിടെ തന്നെ ഇടാൻ ശ്രദ്ധിച്ചാൽ വലിയൊരു മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മുടെ മൈൻഡിനെ പോസിറ്റീവായിട്ട് ബാധിക്കും. മൂവ് യുവർ ബോഡി ഡെയിലി. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പലർക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു 30 കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഒരു മസിൽ ലോസ് സംഭവിക്കാൻ തുടങ്ങും. ഓരോ വർഷം കഴിയുന്തോറും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യാം. നല്ലൊരു ജിമ്മുണ്ട്, ജിം ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ അതും പറ്റില്ലെങ്കിൽ ഓൺലൈൻ വർക്കൗട്ട്സും ഓൺലൈൻ ട്രെയിനേഴ്സും ഒത്തിരി അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 2025 നവംബറിലാണ് ഒരു വർക്കൗട്ട് പ്ലാൻ ജോയിൻ ചെയ്തത്. ഇപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു റിസൾട്ട്സും എനിക്ക് തന്നെ കാണാൻ പറ്റും. നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഒരു വീക്കിലി ഒരു 150 മിനിറ്റ്സ് ആണ് ഐഡിയൽ ടൈം പറയുന്നത്. ആ ഒരു 150 മിനിറ്റ്സ് പറയുമ്പോൾ ഡെയിലി ഒരു 30 മിനിറ്റ്സ് നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കാൻ പറ്റിയ അത് കുറച്ചുകൂടെ കാലം നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു നല്ലൊരു ഡയറ്റ് എടുക്കാൻ തുടങ്ങും. ഈ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാനും അതൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ അത് പിന്നെ നമുക്ക് അത് ഓക്കെ, ദിസ് ഈസ് വർക്കിംഗ് എന്നുള്ളൊരു സംഭവം തോന്നുമല്ലോ. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പേഴ്സണലി കടന്നു പോകുന്നത്. ഇപ്പോൾ എനിക്കൊരു കുറച്ച് നേരം നടക്കൊക്കെ ചെയ്യുമ്പോൾ ഈ കിതപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോഡി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിൽ ഡയറ്റ് പ്ലാനും ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കാണാനുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. എത്ര ബിസി സ്കെഡ്യൂൾ ആണെങ്കിലും ഒരു 30 മിനിറ്റ്സ് മാറ്റി വെച്ചിട്ട് അതിനായിട്ട് നല്ലൊരു കോഴ്സ് ജോയിൻ ചെയ്യുകയോ നല്ലൊരു ജിം ജോയിൻ ചെയ്യുകയോ ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. അത്
അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ബോഡിയും മൈൻഡും കണക്റ്റഡ് ആണ്. നമ്മുടെ ബോഡി ഓക്കെ, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂ ഇല്ലാതെ ഫിറ്റായിട്ട് പോകുന്നുണ്ടെന്ന് തോന്നിയാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് തരുന്ന ഒരു ഹാപ്പിനെസ് ആൻഡ് പീസ് ഉണ്ട്. അത് 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 പറഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല, അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ചെയ്യാം. തേർഡ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് യുവർ മൈൻഡ് ഫ്രം കോൺസ്റ്റന്റ് നോയ്സ്. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരമാണല്ലോ ഇപ്പോൾ. അപ്പം നമ്മുടെ ഒരു മൈൻഡ് എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അത് നമുക്ക് ഒരു ഓവർവെൽമിങ് ആയിരിക്കും. ടൂ മച്ച് ഇൻഫർമേഷനാണ് ഏത് നേരം നോക്കിയാലും. അപ്പോൾ കോൺസ്റ്റൻ്റ്ലി ഈ ഒരു ഫോൺ സ്ക്രോളിങ്, നോട്ടിഫിക്കേഷൻ വരുന്നതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ് മൈൻഡിന് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, പക്ഷെ അതിന് ഇൻറ്റൻസിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എപ്പോഴും ഫോണിൽ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ എന്താണോ നടക്കുന്നത്, ഇയാൾ ഇന്ന റീലിട്ടിരിക്കുന്നു, അത് പോയി കാണാം. അപ്പോൾ ഈ റീൽസൊക്കെ കംപ്ലീറ്റ്, ഇപ്പോൾ ഒരു കപ്പിൾ വ്ളോഗൊക്കെ ആണെങ്കിൽ നമ്മളത് അവരുടെ ഒരു ലൈഫ് ഐഡിയലാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് നമ്മുടെ ലൈഫ് അങ്ങനെയല്ലല്ലോ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ മെച്യൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ഓക്കെ, ഇതൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ വിചാരിച്ചിരുന്ന കപ്പിൾസൊക്കെ കപ്പിളൊക്കെ രണ്ട് വഴിക്കായത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവർ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ സത്യമായിരിക്കും, പക്ഷെ അതൊന്നും അവരെ ലൈഫിൽ നടക്കുന്നത് എന്താണെന്ന് നമ്മുടെ കാണിച്ചു തരുന്നതൊന്നുമല്ല. അവർ ആ ഒരു റീലിന് വേണ്ടി, ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടി ചെയ്യുന്ന എന്തോ ഒരു ആക്ട് ചെയ്യുന്നത് എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ നമ്മളത് സത്യമാണെന്ന് കരുതി നമ്മുടെ ലൈഫ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കാൻ തുടങ്ങും. നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതിന് പകരം ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ലൊരു ബുക്ക് വായിക്കുക, അങ്ങനെ ഒരു പാരലലി ഒരു ഇഷ്ടമുള്ളൊരു ഹോബി ഡെവലപ്പ് ചെയ്തെടുക്കാൻ നോക്കുക. ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടാവും, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. പിന്നെ നടക്കുക, വർക്കൗട്ട് ചെയ്യുക, അല്ലെ നല്ലൊരു ബുക്ക് വായിക്കുക, നല്ലൊരു മ്യൂസിക് കേൾക്കുക. എനിക്ക് മ്യൂസിക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഞാനത് എപ്പോഴും കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും യാത്ര പോകുമ്പോഴാണെങ്കിലും മ്യൂസിക്സ് അത് എനിക്ക് തരുന്നൊരു പീസ്ഫുൾ മൈൻഡ് ഉണ്ട്. അതെനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഞാൻ ആ ഒരു മ്യൂസിക്കിൽ അങ്ങ് ഇൻവോൾവ് ആയിട്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുക. നല്ലൊരു മൂവി കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിലും ബെനിഫിറ്റ് ചെയ്യും. അതായത് ഈ ഒരു സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിൽ കൂടെ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സിനേക്കാളും നല്ലൊരു മൂവി കണ്ടാൽ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അപ്പം ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും മൈൻഡും ഒക്കെ ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാതെ കുറച്ചൊരു പോസിറ്റീവായിട്ടുള്ള, പ്രത്യേകിച്ച് ഈ യങ്ങർ ജനറേഷനിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകുന്നതിന് പകരം ഇതുപോലുള്ള കുറച്ച് ബുക്സ് വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ നമുക്ക് നല്ല ഫ്യൂച്ചറിൽ വർക്ക് വൈസ് ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാം പോസിറ്റീവാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത് വൺ ഈസ് മൈ ഫേവറേറ്റ്, സ്പെൻഡ് ടൈം വിത്ത് ഗുഡ് പീപ്പിൾ. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും, അങ്ങനെ കുറേ പേരുണ്ടാവും. എല്ലാവരും നല്ലവരാണെന്നില്ല. ചില ആൾക്കാർ നമ്മുടെ മോശം ടൈം കാണാൻ വേണ്ടിയിട്ടും മോശം കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ അവരും നമ്മുടെ നല്ല രീതിയിലായിരിക്കും നമ്മളോട് പെരുമാറുന്നത്. പക്ഷെ ഇങ്ങനെയുള്ളൊരു സർക്കിളിൽ നിന്ന് മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കുക. അത് ഓക്കെ, ഒരു ഫാമിലി, ഒരു റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ മാക്സിമം കുറക്കാൻ നോക്കുക. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഭയങ്കര പേഴ്സണലാണ്. അവരായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും അവരായിട്ടുള്ള സംസാരം ഒക്കെ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പുറത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫ് കൺട്രീസിലും ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പുറത്തൊക്കെയാണ്. അപ്പം അവരായിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ അങ്ങനെ കോളേജ് കഴിഞ്ഞ ശേഷം എനിക്ക് അത്ര ഇൻട്രാക്ഷൻ വരാറില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫ്രണ്ട് വഴി ഒരു 2 years ബാക്ക് ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നത്.
അത് മദേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. മദേഴ്സിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവർ ഒരു ഇയർലി ഒരു മീറ്റപ്പ് ഒക്കെ വെക്കും. അങ്ങനെ ഞാൻ ഒരു മീറ്റപ്പിന് പോയി, കുറച്ച് പേരായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ അവരുടെ ഒരു ഒരു സർക്കിളിലേക്ക് ഞാൻ കൂടെ വന്നു. ആ ഒരു സ്പേസ്, ആ ഒരു ഇൻട്രാക്ഷൻ, അവരായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അവരായിട്ട് 1-2 ട്രിപ്സ് ഞാൻ പിന്നെയും പോയി. അപ്പം ഒരു സെറ്റ് ഓഫ് ലേഡീസ്, നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഡിസ്കസ് ചെയ്യാം. കരിയർ, ഫാമിലി, എന്ത് ഗോസിപ്സും, അങ്ങനെ എന്താ പറയുക, ആ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാൻ പറ്റുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്പേസ് ആയിരുന്നു അത്. അപ്പം ആ ഒരു എനിക്ക് എൻ്റെ ഒരു മദർഹുഡിലും ഈ വർക്കും എല്ലാം കൂടെ ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരുപാട് റിലീഫ് തരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ നോക്കുക. ഒരു സർക്കിൾ ഉണ്ടാക്കിയാൽ, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അത് മതി. അങ്ങനെയുള്ള ഒരു ആൾക്കാരോട് കൂടെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും സംസാരിച്ചിരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നല്ലൊരു ഫ്രണ്ട് നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുക, അവർ ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് വിളിച്ച് സംസാരിക്കുക. എനിക്ക് വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പേരുണ്ട്, കോളേജിലുള്ളവർ തന്നെ. അവരായിട്ട് ഇടയ്ക്ക് ഞാൻ വിളിക്കും. വിളിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനെ വോയിസ് മെസ്സേജ് അയച്ച് ഡിസ്റ്റർബ് ചെയ്യും, ചാറ്റ് ചെയ്യും. അങ്ങനെയുള്ള കുറച്ച് നല്ല നമ്മുടെ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ആലോചിച്ച് തിരിച്ച് ബാക്ക് കോളേജിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് തരുന്നത്. എവിടെ പോകുമ്പോഴും അങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതൊക്കെ നമുക്ക് തരുന്നൊരു പീസ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ട്. അതിന് വേണ്ടി വർക്ക് ചെയ്യുക. ഈ കോൺസ്റ്റൻ്റ്ലി നെഗറ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ പരമാവധി അകറ്റി നിർത്താം. എൻ്റെ ലൈഫിലുണ്ട്. അപ്പം ഞാനത് എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെ അവരെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാറില്ല, പക്ഷെ അത് ജസ്റ്റ് ഇതിലേ കേട്ട് ഇതിലേ വിടുന്ന അവസ്ഥയിൽ അവരെ കേട്ടോണ്ടിരിക്കും. പക്ഷെ അധികം ചെവി കൊടുക്കില്ല. നമ്മൾ അത് ഇൻവോൾവ് ആയിട്ട് കേട്ടാലല്ലേ നമ്മുടെ തലയിലകത്ത് കയറുള്ളൂ. അപ്പം അതിന് ടൈം കൊടുക്കില്ല. പക്ഷെ അവർ എന്താ പറയുക, കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത റിലേഷൻ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു കാര്യം ഞാനൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഞാനൊരു ഐ ടി സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് സെക്ടറാണ്. അപ്പം അതിൽ ഒരു വർഷം എൻ്റെ ജോലി പെട്ടെന്ന് പോയി. ഇത് ഐ ടി സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ജോലി പോയപ്പം എനിക്കൊരു കുഞ്ഞുണ്ട്. ഹസ്ബൻഡ് വർക്കിംഗ് ആണ്. സ്റ്റിൽ എനിക്ക് എപ്പോഴും പുള്ളിനെ ഡിപ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമല്ല. അങ്ങനെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ജോലി പോയൊരു മൊമെൻറ്റിൽ വല്ലാതെ പാനിക്കായി. ഇനി എന്ത് ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കുറേ തിങ്കിങ് നമ്മുടെ മൈൻഡിൽ വരുമല്ലോ. ഫ്യൂച്ചർ എന്ത്, നെക്സ്റ്റ് മന്ത് എന്ത് ഇൻകം വരും, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ട് കുറേ വെറീഡായിട്ട് ടൈം പോയി. കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോയി. ഭയങ്കര ഒരു ഡൗൺ ഫേസ് ആയിരുന്നു എനിക്കത്. അപ്പോൾ ആ ഒരു ടൈം എങ്ങനെ ഓവർകം ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഇങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അതായത് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ്, ടാലൻ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ വേറൊരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ എന്നിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട്, എന്നോട് തന്നെ സംസാരിച്ചിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഡേ ആൻഡ് നൈറ്റ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കമ്പനീസിലും ഇങ്ങനെ റെസ്യൂമെ അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് കുറച്ച് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതിൽ ഒരു കമ്പനി കിട്ടുകയും ചെയ്തു. അങ്ങനെ അന്ന് എനിക്ക് ബാക്ക് ടു ബാക്ക് 3 കമ്പനീസ് കിട്ടി. അപ്പോൾ എനിക്ക് നല്ലൊരു ബെസ്റ്റ് കമ്പനി നോക്കി ചൂസ് ചെയ്യാനും പറ്റി. ഇതിൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ജോലി കിട്ടുമായിരുന്നു, പക്ഷേ വർക്ക് ഫ്രം ഹോമുള്ള കമ്പനി തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അന്നും ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇനി വർക്ക് ഫ്രം ഹോം ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല, കൊറോണ ടൈമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി വർക്ക് ഫ്രം ഹോം അധികം കിട്ടില്ല, അപ്പം നീ അങ്ങനെ കിട്ടുന്ന എവിടെയാണോ അവിടെ ജോയിൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് പോസിബിൾ ആയിരുന്നില്ല. കുട്ടീനെ വെച്ച് ഷിഫ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ആ ടൈമിൽ പോസിബിൾ ആയിരുന്നില്ല. അങ്ങനെ എനിക്കൊരു ജോലി കിട്ടി.
ആ ജോലിക്ക് ഞാൻ കയറി. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ അതിന് വേണ്ടി ഒത്തിരി വറീഡായിട്ട് ഞാൻ കുറേ ടൈം കളഞ്ഞു. ആക്ച്വലി അതിന് പകരം ഞാൻ അന്നേ ഒരു ഓക്കെ ജോലി പോയെങ്കിൽ അടുത്ത ജോലി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആവുമായിരുന്നു. ഓക്കെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല. ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ലൈഫിലേക്ക് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് നേരം അതിനെപ്പറ്റി ചിന്തിച്ചിരുന്ന അത് നെഗറ്റീവായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റിനെ ബാധിക്കുകയുള്ളൂ. പീസ് ഓഫ് മൈൻഡ് നല്ല രീതിയിൽ പോയി കിട്ടും. അതിന് പകരം അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യും എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്രൈസിസ് നിന്ന് നമുക്ക് പുറത്ത് കടക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു ലൈഫിലൊരു അനുഭവമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ അനുഭവമുള്ള പലരും ഉണ്ടാവും, അങ്ങനെ സ്റ്റക്കായി കിടക്കുന്നവരുണ്ടാവും. അപ്പം അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഒരു ഇൻകം സ്ട്രീം ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മൾ സെക്യൂർ അല്ല. ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ എനിക്ക് അപ്പോൾ തൊട്ടാ വരാൻ തുടങ്ങിയത്. അപ്പോൾ സത്യം പറഞ്ഞ വേറൊരു ഇൻകം സ്ട്രീമിനെ പറ്റി ഞാൻ ആലോചിക്കാൻ തുടങ്ങിയതും ആ ഒരു ടൈമാണ്. ഈ കണ്ടന്റ് ക്രിയേഷൻ വരെ ഞാൻ അന്ന് ആലോചിച്ചെടുത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ്, ഇങ്ങനൊരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഡിസ്കവർ ചെയ്യാൻ തുടങ്ങും. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിച്ചെടുക്കാൻ തുടങ്ങും. ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാനായിട്ട് എനിക്ക് ഡിഫറൻസ് തോന്നിയ, എൻ്റെ ലൈഫിൽ പീസ് ഓഫ് മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഞാൻ തന്നെ തുടങ്ങിയപ്പോൾ ചെയ്ത് വന്ന കാര്യങ്ങളാണ്. ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും. ഇതിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ ഇനിയും എക്സ്ട്രാ ഉണ്ട്. എല്ലാം കൂടെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു 5 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇതിൽ സംസാരിച്ചത്. ഇത് പലർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.